ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നോക്കൂ, ഒരു വർഷക്കാലം നിന്ന് അതിജീവന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഫലമില്ലേ എന്ന് കൂടെ നാം കാണേണ്ടതുണ്ട്. അതിനുശേഷം ഒരു മൂന്നാമത് വീണ്ടും 17 ലോകസഭാ തെരഞ്ഞെടുപ്പിലെ വന്നു. ആ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിഷ്പ്രയാസം അധികാര കസേരയിലേക്ക് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് വരാൻ സാധിച്ചുവെങ്കിൽ നിഷ്പ്രയാസമല്ല, മുട്ടുകുത്തിയാണ് അധികാര കസേരയിലേക്ക് വന്നത്. കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ വന്നു. രാജ്യം ഭരിച്ച ഒരു ഭരണകൂടത്തിന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ സഖ്യകക്ഷികളുടെ പിൻബലത്തോടു കൂടിയാണ് ഇന്ന് രാജ്യത്തെ ഗവൺമെന്റ് അധികാര കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാക്കിയത് ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴും ഇന്നിപ്പോ എടുക്കുന്ന സമീപനങ്ങൾ എന്ന് പറയുന്നത് കർഷക ജനസാമാന്യത്തെ ദുരിത കയലിലേക്ക് തള്ളിവിടുന്ന നയ സമീപനങ്ങൾ തന്നെയാണ് എടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെയെല്ലാം രാജ്യത്തെ ഗവൺമെന്റ് തെറ്റായ നയ സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ കർഷകരോട് സൗഹൃദം പുലർത്തുന്ന ഒരു ഗവൺമെന്റ് ബദൽ നയ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഭരിക്കുന്ന കാർഷിക മേഖലയ്ക്ക് അങ്ങേയറ്റം തന്നെ ഉണർവും ആശ്വാസവും നൽകുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്ന അഭിമാനത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കും. എന്ത് നടപടികളാണ് എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് കർഷക സംഘത്തിന്റെ പ്രവർത്തകരാണ്. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ കൃഷിക്കൂട്ടത്തിൽ അംഗങ്ങളായിരിക്കും, ജയിൽ അംഗങ്ങളായിരിക്കും. പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും അതോടൊപ്പം സർക്കാരിന്റെയുമായി അങ്ങനെ 4 ആനുകൂല്യങ്ങളാണ് ഇന്നിപ്പോ നമുക്ക് ലഭിക്കുന്നത്. പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ അത് പര്യാപ്തമാണ് എന്ന അവകാശവാദമൊന്നും നമുക്കില്ല. വനിതാ ഘടക പദ്ധതിയുമായി ബന്ധപ്പെട്ടുപോലും കൃഷിക്കാർക്ക് നിരവധി സഹായങ്ങൾ കൊടുക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ഉത്പാദന മേഖലയ്ക്ക് കൃത്യമായി 40% മാറ്റിവെക്കണമെന്ന മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. എല്ലാ ത്രിതല സർക്കാരുകൾക്കും നോക്കൂ, 2016 മുമ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തിരിഞ്ഞു നോക്കണം. കർഷകന്റെ ആത്മഹത്യയുടെ നാടായിരുന്നു കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിലാണ് ഇന്ന് ഒരു കർഷകൻ പോലും ആത്മഹത്യ ചെയ്യപ്പെടാതെ ഈ കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടിന് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കർഷകരുടെ ആത്മഹത്യയുടെ നാടാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നാം കാണേണ്ടത് അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഏറ്റവും ആശ്വാസ കേന്ദ്രമാണ് കൃഷിഭവൻ എന്ന് പറയുന്നത്. 2016 മുമ്പ് ഈ കൃഷിഭവനിലേക്ക് ഒരു കർഷകനും പോകില്ലായിരുന്നു. 2016 ശേഷം ഇന്നടക്കം 25 പരിശോധിച്ചാൽ ഇന്ന് കൃഷിഭവനിലേക്ക് കൃഷിക്കാരുടെ സന്ദർശന കേന്ദ്രമായി അത് കൃഷിക്കാരന്റെ ദൈനംദിനം ഓരോ ദിവസവും ഇടപെടുന്ന ഒരു സ്ഥലമായി കൃഷിഭവനുകൾ മാറി. ഒരാൾ പോലും തിരിഞ്ഞു പോകാൻ ഇല്ലാതെ വന്ന ഒരു സ്ഥലമായിരുന്നു കൃഷിഭവൻ. എന്തിനാ കൃഷിഭവനിലേക്ക് പോയാൽ ഒന്നും കർഷകന് ലഭിക്കില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഓരോ ദിവസവും കൃഷിക്കാരൻ സന്ദർശിക്കുന്ന ഒരു സ്ഥലമായി മാറി. എന്തിനു വേണ്ടി? കർഷകരുടെ ആനുകൂല്യങ്ങൾ കൃഷിഭവനുകളിൽ ഉണ്ട്. അതിന്റെ ഭാഗമായി തന്നെ കൃഷിഭവനുകളെ ജീവൻ ലഭിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ മേഖലയിലെ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂട്ടായ്മയുടെ ഭാഗമായി തരിച്ചു കിടക്കുന്ന ഭൂമികളെടുത്ത് കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. എവിടെയെങ്കിലും അത് ആസൂത്രണം ചെയ്യുന്നില്ല എങ്കിൽ നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അവിടെയാണ് കർഷക സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിക്കുക മാത്രമല്ല കർഷക സംഘത്തിന്റെ ഉത്തരവാദിത്വം. അതിനപ്പുറത്തേക്ക് നാടിൽ യൂണിറ്റ് തലവരെയുള്ള കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ നമുക്ക് സാധിക്കണം. ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. കൃഷിക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ കൃഷിക്ക് സഹായകമായ രീതിയിലുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നതിനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും കൂടെ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടുവാൻ കർഷക സംഘത്തിന് പ്രവർത്തിക്കാൻ കഴിയണം. നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും കർഷക സമിതികളുണ്ട്. ആ സമിതികളെല്ലാം തന്നെ കർഷക സംഘത്തിന്റെ പ്രതിനിധികൾ അംഗങ്ങളായിരിക്കണം. ആ അംഗങ്ങളായി ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ
ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾക്ക് അനുസൃതമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് നമ്മുടെ നാവ് ചലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കർഷക സംഘത്തിന്റെ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ സമരവും പ്രക്ഷോഭവും യൂണിറ്റ് മെമ്പർഷിപ്പ് ചേർക്കുക എന്നതിനപ്പുറത്തേക്ക് ദൈനംദിനമായി യൂണിറ്റ് തലത്തിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എനിക്ക് മാത്രമേ കർഷക സംഘത്തിന്റെ സംഘടനയ്ക്ക് പിന്നിൽ കർഷകർ നിരക്കും, കൃഷിക്കാരന് നിരക്കും. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക രാഷ്ട്രീയമില്ല, അരാഷ്ട്രീയവാദികളാണ് കൃഷിക്കാരൻ. അവരെ സംബന്ധിച്ചിടത്തോളം നേരമെടുത്താൽ പാടത്ത് പോകും, വൈകുന്നേരമാകുന്നത് വരെ വെയിലടയുന്നത് വരെ പാടത്ത് നിന്ന് ജോലികൾ ചെയ്യും. ഉച്ചയ്ക്ക് കുറച്ച് സമയമായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം മുഴുവൻ സമയങ്ങളിലും കൃഷിയിൽ ജാഗരൂകരായി നിൽക്കും. അവന്റെ ഏക പ്രാർത്ഥന രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും അവന് പ്രാർത്ഥിക്കുന്നത്, അല്ലയോ മഴ ദൈവങ്ങളെ, അല്ലയോ കാറ്റ് ദൈവങ്ങളെ, എന്നെ ചതിക്കരുതേ നീ. എന്റെ കൃഷിക്ക് യാതൊരു നാശനഷ്ടവും അസമയത്ത് വന്ന് അല്ലയോ മഴ പെയ്തോ കാറ്റുണ്ടായോ എനിക്ക് നാശനഷ്ടം ഉണ്ടാകരുതേ. എന്റെ പ്രതീക്ഷയാണ് ഈ പാടത്ത് കിടക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങളേൽപ്പിക്കരുതേ, ആ പ്രതീക്ഷ അസ്തമിച്ചു പോകരുതേ എന്ന പ്രാർത്ഥനയാണ് അവന്റെ മുന്നിലുള്ളത്. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത മഴയെ സംബന്ധിച്ച് ആ മഴയിൽ നമ്മുടെ കർഷകരുടെ ആയിരക്കണക്കിന് വാഴകളാണ് ഒടിഞ്ഞു വീഴുന്നത്. വാഴകൾ മാത്രമല്ല, നിരവധി കൃഷിക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. അവിടെയെല്ലാം കർഷക സംഘത്തിന്റെ പ്രവർത്തനം എങ്ങനെ ഇടപെടണം? കൃഷിനാശം സംഭവിച്ച ഓരോ കർഷകന്റെയും പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് സമയബന്ധിതമായി അവരുടെ നാശനഷ്ടവും പരിഹാരവും വാങ്ങി കൊടുക്കുവാനുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ പഞ്ചായത്തിലും ഉണ്ടായിട്ടുള്ളത്. ഈ വരാൻ പോകുന്ന ഓണത്തിന് ഏറ്റവും വലിയ ദൗർബല്യം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഏത്തപ്പഴത്തിനായിരിക്കും, നേന്ത്രക്കായ്ക്ക് എല്ലാം ഒടിഞ്ഞു വീഴുന്നു. ചിലർ ഒരുപാട് കർഷകർ ഇൻഷുറൻസ് ചെയ്തിട്ടില്ല എങ്കിൽ യാതൊരു നഷ്ടപരിഹാരം ലഭിക്കില്ല. ഇവിടെയെല്ലാം കൃത്യമായി ആ ബോധവൽക്കരണം നൽകിക്കൊണ്ട് എല്ലാ കർഷകരോടും കൃത്യസമയത്ത് 3 രൂപ വെച്ച് ഓരോ വാഴയ്ക്ക് ഇൻഷുർ ചെയ്യണമെന്ന ബോധത്തിലേക്ക് കർഷകരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സമയമില്ലാത്ത സമയത്ത് ഒരുപക്ഷെ കൃഷിയുമായി മുഴുവൻ സമയം ജാഗരൂകരായി നിൽക്കുമ്പോൾ മറ്റു ഓഫീസുകളിലേക്ക് കടന്നു ചെന്ന് കൃഷിഭവനിലേക്കും ഒക്കെ കടന്നു ചെന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുവാൻ നമ്മുടെ കർഷകർക്ക് സമയമില്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് കൃത്യം അവരുടെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നാശനഷ്ടങ്ങൾ ലഭിക്കാതിരിക്കരുത്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. അതിനുവേണ്ടി ഇടപെടാൻ നമുക്ക് സാധിക്കണം. കൃത്യമായി വാഴ കൃഷിയും പച്ചക്കറി കൃഷിയും ഒക്കെ ചെയ്യുന്ന കർഷകരെ കണ്ടെത്തിക്കൊണ്ട് അവരോട് നമ്മൾ ഓരോ സമയത്തും അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കൃഷി ഇറക്കി അത് ഏത് പരിമമായി എന്തായി വിളവെടുക്കാറായോ അല്ലെങ്കിൽ ഇതെല്ലാം ഇൻഷുർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ, ഇതെല്ലാം അവരോട് സമ്മതിക്കുകയും ലഭിച്ചിട്ടില്ല എങ്കിൽ അതിലിടപെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഈ സഹായങ്ങളൊക്കെ വാങ്ങി കൊടുക്കുവാൻ സാധിക്കണം. അതോടൊപ്പം കൃഷി ചെയ്യുന്നതിനുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമ്മുടെ പ്രദേശത്തെ വ്യത്യസ്തരായ കൃഷിക്കാരുണ്ടാകും. ആ വ്യത്യസ്ത മേഖലയിൽ നിൽക്കുന്ന കൃഷിക്കാരെ എല്ലാം തന്നെ വിളിച്ചു ചേർത്ത് യോഗം ചേർത്തുകൊണ്ട് ഓരോ മാസത്തിലും അവരുടെ ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ജീവൻ പ്രശ്നങ്ങളാണ്. ആ ജീവൻ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണേണ്ട ഇടപെടലുകളിൽ വാതിലുകൾ മുട്ടുകയും തുറക്കപ്പെടുന്നവരെ മുട്ടുകയും ചെയ്യണം. അങ്ങനെ നോക്കൂ, കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്നു. ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടേതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർഷകരെ സഹായിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമുക്കിത് ഏത് കാലഘട്ടത്തിൽ സാധിക്കും? ബദൽ സമീപനങ്ങൾ എടുത്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയല്ലേ? 2016 അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ധീരമായ ചൂടുവയ്പായിരുന്നു ഹരിത കേരള മിഷൻ. ആ ഹരിത കേരള മിഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിത കേരളം, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കാർഷിക സംസ്ഥയെ തിരിച്ചു കൊണ്ടുവരിക, നഷ്ടപ്പെട്ട നമ്മുടെ ജലാശയങ്ങളെ തിരിച്ചു കൊണ്ടുവരിക, അതിലൂടെ നഷ്ടപ്പെട്ട ഒരു കാർഷിക സംസ്കാരത്തെ മലയാളികൾ തിരിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഗവൺമെന്റ് ഉദ്ദേശം.
ആ ഉദ്ദേശം ഏറെക്കുറെ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തർക്കമൊന്നുമില്ല. ആരതിന് തർക്കം പറഞ്ഞാലും തിരിച്ച് അക്കങ്ങൾ നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. കേരള കർഷക സംഘത്തിന്റെ 24ാം സംസ്ഥാന സമ്മേളനത്തിലുള്ള ഭാവി ഘടകങ്ങളും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നിന്നാൽ ചെയ്യിക്കേണ്ട കർമ്മ പദ്ധതികളെ സംബന്ധിച്ച് ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ കയ്യിലുണ്ടാകും ഒരു രേഖയായിട്ട്. ആ രേഖയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് 2016 ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ കാർഷിക മേഖലയെ നടപ്പിലാക്കിയത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി പറയാം, കേരളത്തിൽ 2016 ഒരു ചുവന്ന സൂര്യൻ ഉദിച്ചുവെങ്കിൽ അതിനു മുമ്പ് കേരള കർഷക സംഘം സമരത്തിന്റെ പന്താവിലായിരുന്നു ഈ കേരളത്തിൽ. ആ സമരത്തിന്റെ പന്താവിന്റെ ഭാഗമായ സമരത്തിന്റെ ഉൽപ്പന്നമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ 2016 അധികാരത്തിൽ വന്നത്. 5 വർഷക്കാലം സമരമായിരുന്നു. കേരളം ഭരിച്ച UDF ഗവൺമെന്റ് കർഷക വിരുദ്ധ സമീപനങ്ങൾ എടുത്തപ്പോൾ അതിനെതിരെ സമരം, ശക്തിയില്ലാത്ത സമരമായിരുന്നു നടത്തിയത്. അങ്ങനെ കർഷകരിലേക്കും ജനങ്ങളിലേക്കും ഒരു ബോധം കൊണ്ടുവരാൻ സാധിച്ചു. ഇടതുപക്ഷ മനസ്സ് കൊണ്ടുവരാൻ സാധിച്ചു. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ്. ആ ഇടതുപക്ഷ മനസ്സിന്റെ ഭാഗമായി ഉണ്ടായതാണ് ഈ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാർഷിക മേഖലയിൽ ഒരു ജീവൻ കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ സമസ്ത മേഖലയിലും ജനങ്ങൾക്കിടയിലേക്ക് കൃഷി എന്ന ബോധം കൊണ്ടുവരാൻ സാധിച്ചു. തന്റെ വീട് മുറ്റത്ത് 5 മൂട് ചീരയെങ്കിലും 5 മൂട് മുളകെങ്കിലും നടുക എന്ന ബോധത്തിലേക്ക് കൊണ്ടുവന്നു. ആ ബോധത്തിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ എല്ലാവരും പറയാനുണ്ട്. ഞാൻ പച്ചക്കറി കടയിൽ പോകുമ്പോ കറിവേപ്പില വേണ്ടല്ലോ, ആരും വാങ്ങാറില്ല. എന്താണ്? കറിവേപ്പില തൈ കൃഷിഭവൻ വഴി എല്ലാ വീടുകളിലും കൊടുക്കുവാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? മലയാളിക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജീവിതം കൊടുക്കുക, അല്ലെ? അതാണ്. എങ്ങനെ? കറിവേപ്പിലയിലാണ്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിവേപ്പിലയിലാണ് ഏറ്റവും കൂടുതൽ വിഷം ചേർക്കുന്നത്. അതുകൊണ്ട് എല്ലാ കൃഷിഭവൻ വഴിയും കറിവേപ്പില കൊടുക്കുന്നുണ്ട്. കറിവേപ്പില തൈ ചെറിയ ഒരു തുക വാങ്ങുമായിരിക്കും. അതില്ലാതെയും കൊടുക്കാൻ പറ്റും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിചാരിച്ചാൽ അതില്ലാതെയും കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ വീടുകളിലേക്കും കറിവേപ്പില തൈ കൊടുക്കും. തട്ടിപ്പ് എല്ലാ വീട്ടിലും കറിവേപ്പിലയുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇപ്പൊ തമിഴിന്റെ അവിടെ നിന്ന് വിഷം അടിച്ചു വരുന്ന കറിവേപ്പില നമ്മൾ മലക്കറി വാങ്ങുമ്പോൾ കരിവേപ്പില വേണ്ട എന്ന് പറയും. അങ്ങനെ ആ ഒരു ബോധം കൊണ്ടുവന്നില്ലേ? ഒരു നിസ്സാര ഒരു കരിവേപ്പിലയാണെങ്കിൽ നമ്മളത് ബോധം കൊണ്ടുവന്നല്ലോ ജനങ്ങൾക്കിടയിലേക്ക്. ഇത് വിഷമാണ്, ഈ കരിവേപ്പില കഴിക്കാൻ പാടില്ല, നമ്മൾ നട്ട് നമ്മുടെ നിങ്ങൾക്ക് തരും തൈ, അത് നട്ട് പരിപാലിക്കുക. നമ്മുടെ എവിടെയൊക്കെയുള്ള ഓരോ നഴ്സറികളിൽ പോയി കരിവേപ്പില വാങ്ങുന്നതിന് 10-9 രൂപ കൊടുക്കണം ഒരു തൈക്ക് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇങ്ങനെ മനുഷ്യന്റെ ബോധം, മനുഷ്യ മനസ്സിലേക്ക് ശരിയായ ബോധങ്ങൾ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാർഷിക ബോധം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ മലയാളിയുടെ കാർഷിക സംസ്കാരം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെയല്ല. കാർഷിക സംസ്കാരം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് മലയാളിയുടെ സംസ്കാരത്തിന് മൂല്യച്യുതി സംഭവിച്ചത്. മലയാളിയുടെ സംസ്കാരത്തിന് മൂല്യച്യുതി സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ വീടുകളിൽ നിന്നും നമ്മൾ തുടങ്ങണം. ഓരോ പ്രദേശത്തു നിന്നും ഓരോ വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം 100% സാക്ഷരത നേടിയ നാടാണ് കേരളം. സമ്പൂർണ്ണ ODF ആയി മാറിയ നാടാണ് കേരളം, അല്ലെ? എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്ന നാടാണ് കേരളം. സാക്ഷാത്കരിച്ചു എന്നല്ല, ഇനിയും അവശേഷിക്കുന്നുണ്ട്. എങ്കിലും 5 ലക്ഷം വീടുകൾ കൊടുത്തു. എല്ലാം നമ്മൾ നേടി. സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ സംവിധാനത്തിലൂടെ സാമൂഹ്യമായും സാമ്പത്തികമായും സ്ത്രീകളെ ശാക്തീകരിക്കപ്പെട്ടു. നോക്കൂ, ഇവിടെ ഇന്നിപ്പോ ഒരു കാലഘട്ടത്തിൽ 98 കാലഘട്ടത്തിന് മുമ്പ് നിങ്ങൾ ആരും തന്നെ ഇങ്ങനെയൊന്നും, ആ പ്രായത്തിലുള്ള ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും ഇങ്ങനെയൊന്നും ഇരുന്ന് തരില്ല. ഇങ്ങനെയൊന്നും ഒരു യോഗത്തിനൊന്നും ആരും വരില്ല. 98 കുടുംബശ്രീ വന്നതിന് ശേഷമാണ് സ്ത്രീകൾ ഇങ്ങനെ കൂട്ടായ്മകളിലൊക്കെ പോകാൻ തുടങ്ങിയത്, അല്ലെ? വളരെ വിരളമായ ആളുകളൊക്കെ വരുന്നുണ്ടാകും, പക്ഷേ കുറച്ച് കൂടുതൽ സ്ത്രീകൾ ഇപ്പൊ വരുന്നത് ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമ്മുടെ വീടിന്റെ നാഥന്റെ അനുമതി, ഇന്ന് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അനുമതി വേണം. എങ്ങനെയാ? ഇന്ന് ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾ ഇവിടെ വരണമെങ്കിൽ 98 മുമ്പ് കാലഘട്ടമാണ് ഞാനീ പറയുന്നത്. ഞായറാഴ്ച ഇന്ന് 6-ാം തീയതി ഇവിടെ വരണമെങ്കിൽ കഴിഞ്ഞ 1-ാം തീയതി മുതൽ നിങ്ങൾ എന്ത് ചെയ്യും? 1-ാം തീയതി നമ്മുടെ വീട്ടിലെ പുരുഷന്റെ കൂടെ നല്ല സമയവും നല്ല സ്വഭാവവും നോക്കി ചോദിക്കും, എന്താണ് അടുത്ത ഞായറാഴ്ച എനിക്കൊരു സ്ഥലത്ത് പോകണം,
ഞാൻ പൊക്കോട്ടോ അതല്ല പൊക്കോട്ടോ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മൂഡ് നല്ലതാണെങ്കിൽ പോകാൻ പറയും. ഈ 6-ാം തീയതി രാവിലെ അദ്ദേഹത്തിന്റെ മൂഡ് ശരിയല്ലെങ്കിൽ ഞാൻ പോകട്ടോ എന്ന് ചോദിച്ചാൽ നീ പോകണ്ട ആയിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയാ, ശനിയാഴ്ച ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോ എല്ലാ ആഹാരവും, ചിലർക്ക് ഞായറാഴ്ചയാണ് കുടുംബശ്രീ വേണമെങ്കിൽ നേരത്തെ വന്ന് ചോറ് കഴിച്ചോളണം. ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചെടുത്ത് നിന്ന് പോകും എന്ന തരത്തിലേക്ക് നമ്മളെ പ്രാപ്തമാക്കിയതാണ് കുടുംബശ്രീ സംവിധാനം അല്ലേ? ഇതെന്താ നമ്മളെ തടസ്സപ്പെടുത്താത്തത്? അവള് പോകുന്നത് വെറുതെ അല്ല, ആ അയൽക്കൂട്ടത്തിലൊക്കെ പോകുന്നത് കൊണ്ട് ഗുണങ്ങൾ കുടുംബത്തിന് കൂടെ ഉണ്ട്. തന്റെ കയ്യിൽ 10 പൈസ ഉണ്ട് എടുക്കാൻ. ലോണായാലും 10 രൂപ വെച്ചുള്ള ഇതാണെങ്കിലും അയൽക്കൂട്ടത്തിന്റെ ലോണാണെങ്കിലും ഉണ്ട്, അത്യാവശ്യത്തിന് എടുക്കാനുണ്ട് കയ്യിൽ അല്ലെ? ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോ ഒരു കുടുംബശ്രീയുടെ സഹോദരി വന്ന് പറഞ്ഞതാണ്, എന്റെ ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ചപ്പോൾ, അത് പ്രസവിച്ചതല്ല, സ്കൂളിൽ ചേർക്കുന്ന സമയം 92-ലാണ്. ആ സമയത്ത് എന്നോട് എൻ്റെ ഭർത്താവ് മകളെ എവിടെ ചേർക്കാമെന്ന് ചോദിച്ചില്ല. പക്ഷേ ഞാൻ 2ാമത്തെ കുട്ടിയെ ചേർക്കുന്നത് 2001-ലാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഭർത്താവ് ചോദിച്ചു, നമ്മുടെ കുട്ടിയെ ഏത് സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം? എന്താ അങ്ങനെ ചോദിച്ചേ? പഠിപ്പിക്കാം എന്ന് ചോദിച്ചതിന്റെ കാര്യം, മറ്റത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കും. ഇപ്പൊ പഠിപ്പിക്കാം എന്ന് ചോദിച്ചത് നിന്നെ വല്ലതും ഉണ്ടോ, നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാം, നിന്നെ വല്ലതും ഉണ്ടോ എന്നുള്ളത് പൂരിപ്പിച്ചോളണം ബാക്കി. അപ്പൊ നമുക്ക് നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാം എന്നതാണ്. അത് അനുഭവത്തിലേക്കാണ്. ആരും ആരെയും ധിക്കരിക്കുന്നതല്ല, ആർക്കും എല്ലാം. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും എല്ലാം സ്വാതന്ത്ര്യവും അനിവാര്യമാണ്. ഞാൻ തിരിച്ച് ആരെയും അടച്ചാക്ഷേപിക്കാൻ പറയുന്നില്ല. നമ്മുടെ വീട്ടിലെ പുരുഷനാരെങ്കിലും പുറത്തു പോകുമ്പോൾ നിങ്ങളോട് അനുമതി ചോദിക്കാറുണ്ടോ? ആരും ചോദിക്കാറില്ല. അപ്പൊ സ്വാഭാവികം അവർ പോകും വരും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുമതി ചോദിക്കണമെന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറ്റപ്പെട്ടത് എങ്ങനെയാ? സാമ്പത്തികമായി നമ്മളിലേക്ക് ഒരു ശാക്തീകരണം വന്നപ്പോൾ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനകത്ത് അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. പരസ്പര അംഗീകാരത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കുടുംബം സമ്പൂർണ്ണമായി പോകുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പുരുഷനായാലും സ്ത്രീയായാലും പരസ്പര അംഗീകാരവും ബഹുമാനവും കൊടുക്കുമ്പോഴാണ് കുടുംബത്തിൽ പൂർണ്ണതയിലെത്തുവാൻ സാധിക്കും. ആ അംഗീകാരം കൊടുത്തു തന്നെയാണ് എല്ലാവർക്കും. സ്ത്രീയും പുരുഷനും ഒത്തുചേരുമ്പോഴാണ് ഏത് കാര്യത്തിലും ഒരു സമ്പൂർണ്ണതയിലെത്തുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നത് കൂടുതൽ സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപ്പെടുത്തിയാണ് വിഷയം വിട്ട് മറ്റതിലേക്ക് വന്നത്. അപ്പൊ കാർഷിക മേഖലയിലോട്ടൊക്കെ തിരിച്ചു പോകാം. എന്തായാലും നമ്മുടെ കർഷക പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, കർഷക സംഘത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോ പൊതുവായി നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് യുവാക്കളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം നമുക്ക് കൂട്ടണം എന്ന് തന്നെയാണ് സംഘടനാ തീരുമാനം. വേറൊന്നും കൊണ്ടല്ല, ഏറ്റവും അധികം സ്ത്രീകളാണ് കാർഷിക മേഖലയിൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു JLG കൃഷിക്കൂട്ടവും. പണ്ടും സ്ത്രീകൾ ഉണ്ടായിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട്, പക്ഷെ അതാരും തിരിച്ചറിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കട്ടെ, പണ്ട് കാലത്ത് നമ്മുടെ പാടത്ത് പണിയെടുക്കുന്നത് വീട്ടിലെ പുരുഷനാണെങ്കിലും അവർക്ക് ആഹാരം കൊണ്ടുപോകുന്നതും വെള്ളം കൊണ്ടുപോകുന്നതും എല്ലാം ആരാണ്? സ്ത്രീകൾ തന്നെയല്ലോ. അക്കൂട്ടത്തിൽ നമ്മുടെ തന്നെയാണ്. ഓരോ സമയം അവർ പറയുമ്പോൾ വെള്ളം കുടിക്കാൻ കൊണ്ട് കൊടുക്കും, കാപ്പി കൊണ്ട് വയലിൽ കൊടുക്കും, ഒക്കെ ചെയ്യും. തടച്ചുകൂടായി പോകും. ഇതേ സിറ്റുവേഷൻ നമുക്കിന്ന് ഇപ്പൊ ഇവിടെ കാണാം, ഉത്തരേന്ത്യയിൽ കാണാം. കേരളത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ തന്നെയാണ് കൃഷി ചെയ്യുന്ന പുരുഷന്റെ കൂടെ ഒപ്പം നിന്നു. പക്ഷെ അതെല്ലാം കാണാപ്പണികളായിരുന്നു, ഒരു അംഗീകാരമില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ എങ്ങനെയാണ് തൊഴിലുറപ്പും മറ്റുമെല്ലാം വന്നതിന്റെ ഭാഗമായി നമ്മുടെ സ്വന്തമായി കൃഷിക്കൂട്ടങ്ങളുണ്ടായി. അപ്പൊ കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ സഹായങ്ങളും തരുന്നു. ഇതിന്റെ എല്ലാം ഭാഗമായി കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും നമ്മൾ കൃഷി ചെയ്യുന്നു. കുടുംബശ്രീ സംവിധാനം വളർന്നു പന്തലിച്ചു. പക്ഷെ നിൽക്കുന്ന പ്രശ്നം എന്താണ്? ഉൽപാദനം വർദ്ധിച്ചു, പക്ഷേ ന്യായമായ വില ലഭിക്കുന്നില്ല അല്ലെ? സംഭരിക്കാനുള്ള സ്ഥലമില്ല, സംസ്കരണത്തിനുള്ള സ്ഥലമില്ല. ഇതൊക്കെ നിൽക്കുമ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. കാലം മാറി, കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. എനിക്കൊരു വിമർശനമായി പറയാനുള്ളത്, കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അച്ചാറും ചിപ്സും മാത്രമായി നിൽക്കുകയാണ്. വെറും അച്ചാറും ചിപ്സും മാത്രം പോരാ, ഒരുപാട് നമ്മൾ മാറണം. ഒരുപാട് തൊഴിലധിഷ്ഠിതമായി തന്നെ നിങ്ങൾക്ക് നൈപുണ്യമായ ഒരുപാട് ക്ലാസുകൾ തരുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സാധിക്കും. അത് നിങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് വ്യത്യസ്തമായ
ഒരു മേഖലയിലേക്ക് കടന്നു വരണം. ഇപ്പൊ നമ്മളിപ്പോൾ സ്ത്രീകളുടെ നമ്മുടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നഴ്സറികളില്ലേ, നിങ്ങൾ നോക്കൂ, ഈ വെച്ചിരിക്കുന്ന ഓരോ തൈകളും നിങ്ങൾ സ്വകാര്യമായ ഒരു നഴ്സറി പോയി വാങ്ങണം. അപ്പോഴും ഇതിന്റെ വില അറിയാൻ പറ്റും. നല്ല വില കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള നഴ്സറികൾ അല്ലെ, നിങ്ങളുടെ സ്ത്രീകൾ ഇത്തരം നഴ്സറികൾ എടുത്ത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഒരു വനിതകളുടെ ഒരു ഗ്രൂപ്പ് ഒരു പ്രദേശത്ത് നിങ്ങളുടേതായ ഒരു നഴ്സറി ഉണ്ടാക്കണം. ആ നഴ്സറി ഉണ്ടാക്കി അവിടെ തൈകൾ ഉത്പാദിപ്പിച്ച് നിങ്ങൾ വിതരണം ചെയ്യണം. ആ നഴ്സറിയിൽ നിന്നുള്ള തൈകൾ ആരെ കൊണ്ട് വാങ്ങിപ്പിക്കണം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വീടുകളിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുവാനുള്ള ഇടപെടലുകൾ ആര് ചെയ്യണം? കർഷക സംഘം ചെയ്യണം. നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മുടെ വനിതകളും നമ്മുടെ പുരുഷന്മാരും ഒക്കെ തന്നെ ഒരു നഴ്സറി ഉണ്ടാക്കിയാൽ ആ നഴ്സറിയുമായി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ആ നഴ്സറി ഉത്പാദിപ്പിക്കുന്ന തൈകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നമ്മുടെ നാട്ടിലേക്ക് കൊടുക്കണം. ഇപ്പോ തെങ്ങൻ തൈ വെച്ചിരിക്കുന്നു. ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷയാണ്. എന്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യം എല്ലാണോ നടപ്പിലാക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കി. ഒരു പ്രദേശത്ത് 1.5 ഏക്കർ സ്ഥലമെടുത്തിട്ട് തേങ്ങ വാങ്ങി നമ്മൾ പാകി തൊഴിലുറപ്പിനെ കൊണ്ട് കളച്ച് അവിടെ തേങ്ങ നട്ട് 2 ഗ്രൂപ്പിനെ നിയോഗിച്ച് 1 വർഷക്കാലം തെങ്ങാക്കി വളർത്തി പരിപാലിച്ച് വീണ്ടും വീട്ടിൽ കൊണ്ടുപോയി നട്ടുകൊടുക്കുക. സൗജന്യമായിട്ടാണ് എല്ലാ വീട്ടിലും തെങ്ങ് നട്ടുകൊടുക്കുന്നത്. സൗജന്യമായിട്ട് മുഴുവൻ വീടുകളിലും എങ്ങനെ തൊഴിലുറപ്പിനെ കൊണ്ട് വീണ്ടും എന്ത് ചെയ്യും? കുഴിയടിപ്പിക്കും. കുഴിയടിപ്പിച്ച് അവര് നട്ട് കൈ കൊടുത്തിട്ട് വീട്ടിൽ കൊടുത്തിട്ട് പോവുകയാണ്. നോക്കൂ, എത്ര മാറി നമ്മുടെ കേരളം. ഈ പദ്ധതികൾ വളരെ നന്നായി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ലേ? ഒരു പൈസ ഒരു നാളികേരത്തിന് ഇപ്പൊ എത്ര എണ്ണയ്ക്ക് വില? 400-450 അല്ലേ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോ 400 ഉറപ്പാണ്. 450 ഉണ്ട്. അപ്പോ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 450. എന്താ 80? ഞാൻ 450 പക്ഷെ 480 500 വെച്ചോ. അപ്പൊ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് എത്രയായി? 100 തേങ്ങയാട്ടിയാൽ നല്ല തേങ്ങയാണെങ്കിൽ 10 കിലോ കിട്ടൂലേ? നല്ല തേങ്ങയാണെങ്കിൽ, വലിയ തേങ്ങയാണെങ്കിൽ 10 കിലോ. അല്ല 100 എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ തേങ്ങ അതാണെങ്കിൽ 10 കിലോ കിട്ടും. അല്ലെങ്കിൽ കിട്ടില്ല, 7 അങ്ങനെ കിട്ടും. അതല്ല, അവർക്കൊക്കെ നമ്മളെല്ലാം ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അതുകൊണ്ടാണ്. അപ്പൊ നോക്കൂ ഇത്രയാ വില മാറിയത്. ഇപ്പൊ എന്താ കാര്യം? നാളികേരം, തെങ്ങിനെല്ലാം രോഗങ്ങളുണ്ട്. ഇവിടെയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതെല്ലാം ഇടപെടുന്നുണ്ട്. അപ്പൊ നാളികേരത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നത്തെ സംബന്ധിച്ച് ഇടപെടുവാൻ കർഷക സംഘത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കർഷക സംഘത്തിന്റെ ബെഡ സബ് കമ്മിറ്റികളുണ്ട്. ബെഡ സബ് കമ്മിറ്റികളെല്ലാം തന്നെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞു. നാളികേരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടിലെ കർഷകർ പറഞ്ഞ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ സമയബന്ധിതമായി കർഷക സംഘം ഇടപെട്ടു. നെൽകർഷകർ, പാലക്കാട് നെൽകർഷകർ അനുഭവിച്ച വലിയ പ്രശ്നമുണ്ട്. അവർ കൊയ്തു കൊണ്ടുവന്ന നെല്ല് സപ്ലൈകോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിൽ സമയബന്ധിതമായി സമരം നടത്തിക്കൊണ്ട് അവർ ജീവൽ പ്രശ്നങ്ങളിൽ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് സപ്ലൈ കൊണ്ട് കൃത്യസമയത്ത് ആ നെല്ല് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകളും കേരള കർഷക സംഘം നടത്തി. മറ്റൊന്നാണ് ഇവിടെ എന്താണ് റബ്ബറിന് ഇടപെടാൻ കേരള കർഷക സംഘം സാധിച്ചു. ഞാൻ അതാണ് പറഞ്ഞത്, സമരം പ്രക്ഷോഭ പരിപാടി മാത്രമല്ല കേരള കർഷക സംഘം ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. റബ്ബർ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആസിയൻ കരാറാണ് ഇവിടെ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ചുങ്കരഹിതമായി ശ്രീലങ്കയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഇവിടെ റബ്ബർ ഇറക്കുമതി ചെയ്തപ്പോൾ ഇവിടുത്തെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന റബ്ബറിന് വിലയില്ലാതായി. അങ്ങനെ വന്നപ്പോൾ ആ റബ്ബറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് റബ്ബർ പാക്കേജ് തന്നെ ഇവിടെ നടപ്പിലാക്കി. ബഡ്ജറ്റിൽ പ്രത്യേകം തുക മാറ്റിവെച്ചു. അതിന്റെ എല്ലാം ഭാഗമായി തന്നെ ഒരു ന്യായമായ വില, ഒരു 200-210 രൂപ വരെ റബ്ബറിന് കിട്ടുന്ന രീതിയിലേക്ക് 120 കൊണ്ടെത്തിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ട്. കർഷക സംഘടനകളുടെ ഭാഗമായിട്ടാണ്. മറ്റൊരു രൂക്ഷമായ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളെല്ലാ സമ്മേളനങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നത് വന്യമൃഗം അല്ലെ? കുരങ്ങിന്റെയും പന്നിന്റെയും ഒക്കെ ഏറ്റവും വലിയ ശല്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസറിന് മുന്നിൽ നിങ്ങളുമൊക്കെ വന്നിട്ടുണ്ടാകും. നമ്മൾ സമരം നടത്തി. എന്താണ് വന്യമൃഗത്തെ സംബന്ധിച്ച് നിൽക്കുന്ന കാര്യം? വന്യമൃഗ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് 1972 അന്ന് രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സഭയിൽ ലോക്സഭ അവിടെ പാസ്സാക്കിയ, ആ ഭരണകൂടം പാസ്സാക്കിയ ഒരു നിയമമാണ് വന്യമൃഗ സംരക്ഷണ നിയമം 1972. അതിനകത്ത് ഈ 72 നിയമത്തിനകത്ത്
ഈ കാട്ടുപന്നി അതോടൊപ്പം തന്നെ കാട്ടുപോത്ത്, കുരങ്ങ് എന്നിവയെല്ലാം സംരക്ഷിത പട്ടികയിലാണ് വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാട്ടുപന്നിയോ കുരങ്ങോ മനുഷ്യരെ കൊന്നാലും മനുഷ്യരെ കടിച്ചാലും കടുവ അടക്കമുള്ള കടിച്ചാലും അതിനെ തിരിച്ചു കൊല്ലാൻ ആർക്കും പാടില്ല. തിരിച്ചു കൊന്നാൽ എന്തായിരിക്കും? നമ്മൾ ജയിലിൽ കിടക്കും, നമ്മൾ ഓരോരുത്തരും ജയിലിലായിരിക്കും. അതിനുള്ള നിയമമാണ് അതിനകത്തുള്ളത്. അപ്പോ ഈ നിയമത്തിൽ 5 ഭേദഗതികൾ വരുത്തി. ഈ BJPയുടെ ഗവൺമെന്റ് 2 ഭേദഗതി കൊണ്ടുവന്നു. എന്ത് ഭേദഗതി കൊണ്ടുവന്നിട്ടില്ല? ഇതിനെ കൂടുതൽ കർക്കശമാക്കുന്ന നിലപാട് സ്വീകരിച്ചു. അവിടെയാണ് കേരള കർഷക സംഘം പറഞ്ഞു, എന്താണ്? നിവേദന സഹിതം കൊടുത്തു. പാർലമെന്റിന് വേണ്ടി മാർച്ച് നടത്തി കർഷകരെ എല്ലാം അണിനിരത്തിക്കൊണ്ട് ഈ സംരക്ഷിത പട്ടികയിൽ നിന്നും കാട്ടുപന്നിയെയും കാട്ടുപോത്തിനെയും കാട്ടുകുരങ്ങനെയും ഒഴിവാക്കിക്കൊണ്ട് ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കൂ ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി നിവേദനങ്ങൾ കേരള കർഷക സംഘം കൊടുത്തിട്ടുണ്ട്. അഖില ഇന്ത്യ കിസാൻ സഭ കൊടുത്തിട്ടുണ്ട്. ഇത് കേരളത്തിന് മാത്രം പ്രശ്നമല്ല, ഇന്ത്യൻ മഹാരാജ്യത്തെ മുഴുവൻ പ്രശ്നങ്ങളുമാണ്. ഈ കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ മഹാരാജ്യത്ത് 5018 കർഷകരാണ് ഈ കന്യമൃഗത്തിന്റെ ആക്രമണത്താൽ ജീവൻ ബലിയാണ് കൊടുക്കേണ്ടത്, ജീവൻ പൊലിഞ്ഞത്. കേരളത്തിൽ 468 കർഷകരുടെ ജീവനാണ് വന്യമൃഗ ആക്രമണത്തിന്റെ ഭാഗമായി പോയത്. നിങ്ങൾക്കറിയാം, റബ്ബർ ടാപ്പിംഗിന് പോയ ഒരു സ്ത്രീയാണ് അല്ലെ കടുവ കടിച്ചു കൊന്നത്. കടുവയ്ക്ക് ഒരേ സമയം 30 കിലോ മാംസം കഴിക്കും. അത് കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകും. നിങ്ങൾ പത്രത്തിൽ വായിച്ചു. അതൊന്നും വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് കേൾക്കാൻ കഴിയില്ല. അവസ്ഥകൾ TV-യിലൊക്കെ കാണിക്കുമ്പോൾ കാണാൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തുറക്കപ്പെടേണ്ട വാതിലുകളിലെല്ലാം തന്നെ നമ്മൾ പോയി മുട്ടിയിട്ടും ആ വാതിലുകളൊന്നും തുറക്കുന്നില്ല. ഈ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിലെ 1ഉം 2ഉം ഷെഡ്യൂളിൽ ഈ മൃഗങ്ങളെ സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആസ്ട്രേലിയയിലടക്കം നിങ്ങൾക്കറിയാം, ആസ്ട്രേലിയ ദേശീയ മൃഗം ഏതാണ്? കങ്കാരു. വംശവർദ്ധനം ഉണ്ടായപ്പോൾ ആസ്ട്രേലിയയിലെ ഗവൺമെന്റ് കങ്കാരുവിനെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള നിയമം കൊണ്ടുവന്നു, അനുമതി കൊടുത്തു ജനങ്ങൾക്ക്. ഇവിടെയാണ് കേരളത്തിലെ കർഷകരുടെ ദുരവസ്ഥ കണ്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒരു അനുമതി കൊടുത്തു. എന്താണ്? പന്നിയെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാർക്ക് അനുമതി കൊടുത്തു. പക്ഷെ അവിടെയും ചില സാങ്കേതികത്വം, വെടിവെച്ച് കൊന്നാൽ അതിനെ കൊല്ലുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് അല്ലെ, ചില നടപടിക്രമങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ വരുമ്പോൾ അതാണ് ചില പ്രശ്നം കണ്ടെത്തുന്നത്. അവിടെയും ഈ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇടപെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കേരള കർഷക സംഘം പറയുന്നത്. കേരള കർഷക സംഘം അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ജാഥ വയനാട്ടിൽ നിന്നും ആരംഭിച്ചു. കർഷക മുന്നേറ്റ ജാഥ, മലയോര ജാഥ. ഈ അഖില ഇന്ത്യ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് EP ജയരാജനായിരുന്നു നേതൃത്വം കൊടുത്തത്. ആ ജാഥ കോട്ടയത്ത് വെച്ച് നിർത്തേണ്ടി വന്നത് ഒരു കാലാവസ്ഥ, വലിയ ശക്തമായ മഴയുടെ ഫലം. തുടർന്ന് വീണ്ടും ഇത് ആരംഭിക്കാൻ പോകുന്നു. നോക്കൂ, ഞങ്ങൾ കേരള കർഷക സംഘം പറയുന്നത് വന്യജീവി കാട്ടുപന്നിയുടെയും കാട്ടുകുരങ്ങിന്റെയും മൂലം നമ്മുടെ കേരളത്തിലെ കർഷകർ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അതോടൊപ്പം മനുഷ്യജീവൻ യാതൊരു വിലയുമില്ല, വന്യമൃഗങ്ങളുടെ ജീവനാണ് കൂടുതൽ വില കൽപ്പിക്കുന്നത് എന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ കർശനമായ നടപടികളുമായി കേരളത്തിലെ കർഷകരെ അണിനിരത്തിക്കൊണ്ട് ഈ വന്യമൃഗങ്ങളെ എങ്ങനെയും നേരിടണമെന്ന രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേരള കർഷക സംഘം പറയുന്നത്. ഞങ്ങൾ കർഷകരോടൊപ്പം തന്നെയാണ്. കർഷകരുടെ സംഘടനകളുമായിട്ട് കേരള കർഷക സംഘം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി തന്നെയാണ് മുന്നിട്ടിറങ്ങാൻ പോകുന്നത്. ആ പ്രശ്നത്തിൽ കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറന്നെങ്കിൽ എന്ത് നടപടികളുമായി ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഈ പ്രസ്ഥാനം നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാവായ സഖാവ് MA ബേബി പറഞ്ഞു, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളെ എങ്ങനെയാണ് അണിനിരത്തിയത്? എങ്ങനെയാണ്? മുഴുവൻ ജനങ്ങളെയും മുന്നിലേക്കും സ്വാതന്ത്ര്യം തന്റെ അവകാശമാണ് ബോധത്തിലേക്ക് കൊണ്ടുവന്ന ജനങ്ങളെ അണിനിരത്തുകയാണ് ചെയ്തത്. അതുപോലെ ഈ പ്രശ്നം ജനങ്ങളുടെ ജീവൻ പ്രശ്നമാണ്, കൃഷിക്കാരുടെ ജീവൻ പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് ജനങ്ങളെയും കൃഷിക്കാരെയും അണിനിരത്തിക്കൊണ്ടുള്ള വലിയ മുന്നേറ്റം തന്നെയാണ് നടത്താൻ പോകുന്നത് എന്ന് കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് യൂണിറ്റ് തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, യൂണിറ്റ് തലത്തിലുള്ള യൂണിറ്റാണ് ഒരു സംഘടനയുടെ ജീവനാടി. ആ ജീവനാടിയായി നിൽക്കുന്ന യൂണിറ്റിനെ ശക്തിപ്പെടുത്തുക. എങ്ങനെ ശക്തിപ്പെടുത്തുക?
ഒരു ദിവസം നിന്ന് യൂണിറ്റ് സമ്മേളനത്തിൽ വരിക എന്ന് പറയുകയല്ല. അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, യൂണിറ്റിലുള്ള യഥാർത്ഥ കൃഷിക്കാരെ കണ്ടെത്തി ആ കൃഷിക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഇടപെട്ടുകൊണ്ട് അവരെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം നമ്മുടെ സംഘടനയിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് പിന്നെയാണ് കൊണ്ടുവരുന്നത്. എങ്ങനെ? ആദ്യം അവരുടെ പ്രശ്നങ്ങളിൽ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയുമായി ഒരു സാഹോദര്യവും സഹോദരവും ഉണ്ടാവുകയും ആ സുഹൃത്തിന്റെ രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയവുമായി കർഷകർ സ്വീകരിക്കും. അതാണ് കർഷകരുടെ രാഷ്ട്രീയം. അല്ലാതെ നമുക്ക് സ്ഥിരമായ രാഷ്ട്രീയവുമില്ല. എന്നെ സഹായിക്കുന്ന ആരാണോ ആ സഹായിക്കുന്ന ആളിന്റെ രാഷ്ട്രീയമാണ് എന്റെ രാഷ്ട്രീയം. ആ രീതിയിലേക്കാണ് നമ്മൾ രാഷ്ട്രീയതമായി അവരെ കൊണ്ടുവരുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രദേശത്ത് സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുക എന്ന ദൗത്യം കൂടെ കർഷക സംഘത്തിനുണ്ട്. ഈ പ്രശ്നം മാത്രമല്ല, സാമൂഹികമായി നിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, വർഗീയതയ്ക്കെതിരെ പോരാടുക എന്നതും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമാണ്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പ്രോഗ്രസിനെ തകർക്കുകയാണ്. ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തെ ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുകയാണ്. എല്ലാ തലങ്ങളിലേക്കും വർഗീയത എന്ന വിഷയത്തെ കുത്തിവെക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുവാനുള്ള ഉത്തരവാദിത്വം, മൗലികമായ ഉത്തരവാദിത്വം കർഷക സംഘത്തിനുണ്ട്, കർഷക സംഘത്തിന്റെ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹികമായി നിൽക്കുന്ന അരാജകത്തിനെതിരെയും ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെയും ജാതിമത ചിന്തകൾക്കെതിരെയും ജനങ്ങളെ അണിനിരത്തുക, ജനങ്ങൾ ബോധവൽക്കരണം നടത്തുക, വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടുക എന്നതും കർഷക പ്രസ്ഥാനത്തിന്റെ പ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഈ മുഴുവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൂന്നും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് കർഷക സംഘത്തിന്റെ പൂർണ്ണത, പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ ദൗത്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുന്നത്. കർഷക സംഘത്തിൽ അംഗമാകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കും ഈ സംഘത്തിൽ അംഗമാകാം. 16 വയസ്സ് തികഞ്ഞ ആർക്കും ഈ സംഘത്തിൽ അംഗമാകാം. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാവട്ടെ. പക്ഷെ അവർ കർഷകനാണോ, അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണോ, പാട്ട കൃഷിക്കാരനാണോ എങ്കിൽ ഈ സംഘടനയിലേക്ക് സുസ്വാഗതം. രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നെയാണ് അവരെ സംഘടിതമായി അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുവാൻ വേണ്ടി ആ സംഘടിത രൂപത്തിലാക്കിയതിനു ശേഷമാണ് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മുടെ യൂണിറ്റിനെ ശക്തിപ്പെടുത്തുക, വില്ലേജുകളെ ശക്തിപ്പെടുത്തുക, അതിലൂടെ സംഘടനയുടെ ഉപരി കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയെ കൂടുതൽ ശക്തിവത്തായി നിർത്തുക. ഇങ്ങനെ മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെടുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ സംഘടനയായി കേരള കർഷക സംഘം മാറുമെന്ന കാര്യം മറക്കമില്ല. മറ്റൊന്ന്, ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു പുരുഷന്മാരെ കണ്ടില്ല. ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വന്നതിൽ ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ കാണുന്നത്. കർഷക സംഘത്തിൽ നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകളും യുവാക്കളെയും കൊണ്ടുവരാതെ ഈ സംഘടനയ്ക്ക് നിലനിൽപ്പില്ല. യുവാക്കളെയും സ്ത്രീകളെയും കടത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ സംഘടനയുടെ ഭരണഘടന സമ്മേളനത്തെ സംബന്ധിച്ച് ശില്പശാല നടത്തി എത്ര സ്ത്രീകളാണ് ഒരു കമ്മിറ്റിയിൽ, ഓരോ കമ്മിറ്റിയിലും എത്ര സ്ത്രീകൾ ഉണ്ടാകണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു. തീരുമാനമെടുത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. വില്ലേജ് കമ്മിറ്റിയിൽ എത്ര സ്ത്രീകൾ ഉണ്ടാകണം, അതിന്റെ ഭാരവാഹിത്വത്തിൽ എത്ര സ്ത്രീകൾ ഉണ്ടാകണം, യൂണിറ്റ് കമ്മിറ്റിയിൽ എത്ര സ്ത്രീകൾ ഉണ്ടാകണം. സ്ത്രീകളെ സംഘടിപ്പിക്കാതെ ഒരു വിപ്ലവവും സാധ്യമല്ല. സ്ത്രീകളാണ് ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷം. ഭരണചക്രത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കപ്പെട്ടതിന്റെ നിർണായകമായ പങ്ക് വഹിക്കുന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ നാം അപ്രസക്തമായി നിൽക്കാൻ പാടില്ല. സാമൂഹ്യമായും സാമ്പത്തികമായും ശാക്തീകരിച്ച് നിൽക്കുമ്പോൾ സ്ത്രീകളുടെ വാക്കുകളും അതോടൊപ്പം തന്നെ സ്ത്രീകൾ എല്ലായിടത്തും പ്രതികരിക്കാനുള്ള ശേഷി നമുക്കുണ്ടാകും. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട സ്ത്രീയായി ഒരിക്കലും ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല. തെറ്റിനെ തെറ്റാണെന്നും ശരിയെ ശരിയാണെന്നും വിളിച്ചു വരുവാനുള്ള ആവശ്യം നമുക്കുണ്ടാകണം. വരും വരായികളെ സംബന്ധിച്ച് ചിന്തിക്കട്ട. അവിടെ ഞാൻ വിമർശനാത്മകമായി ഒന്നുകൂടെ പറയുന്നു, എവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ഒരു സ്ത്രീ ഇല്ല എന്നുള്ളതും പരിതാപകരമായ അവസ്ഥയാണ്. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ്. നമ്മൾ സംഘടിതമാകുമ്പോഴേ നമുക്ക് ശക്തി ഉണ്ടാകും. നമ്മളിൽ അപജയം ഉണ്ടായാലും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആദ്യമാര് സ്ത്രീയാണ് നിൽക്കേണ്ടത്. പക്ഷെ അതിന് പകരം ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ തന്നെ ചാപ്പകുത്തി അവളെ ആർക്കും കൊള്ളാത്തവളാക്കി മാറ്റുന്ന സമീപനം നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഇനിയും മാറ്റപ്പെട്ടില്ലെങ്കിൽ സമത്വം എന്നുള്ളത് വെറും പേപ്പറുകൾ മാത്രം എഴുതി വെക്കുവാനും ഇങ്ങനെ വീണ്ടും വീണ്ടും അവകാശവാദമായി ഉന്നയിക്കുവാനുമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സംഘടിത രൂപങ്ങളും സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും നമ്മൾ ഒരുമിച്ച് നിന്ന് അഡ്രസ്
ചെയ്യുക എന്നുള്ള ദൗത്യം കൂടെ നമ്മൾ ഏറ്റെടുക്കണം. പ്രിയപ്പെട്ട സഖാക്കളെ, കേരള കർഷക സംഘത്തിന്റെ ശർക്കര വിലയിൽ സമ്മേളനത്തിൽ ഏറ്റവും നന്നായി തന്നെ നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്മിറ്റിയാണ്. ആറ്റിങ്ങലും കിളിമാനൂരും അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു. അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരും അതിന്റെ കമ്മിറ്റി അംഗങ്ങളും വളരെ നന്നായി ഈ കമ്മിറ്റിയെ കൊണ്ടുപോകുന്നതിനും ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ കൃത്യതയോടെ നടപ്പിലാക്കുന്നതിനും പരമാവധി അങ്ങേയറ്റം ശ്രമിക്കുന്ന ആളുകളാണ്. അതിന്റെ എല്ലാ ഭാഗമായി തന്നെ വില്ലേജ് കമ്മിറ്റിയും ശക്തിപ്പെടുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനിയും കൂടുതൽ കരുത്തോടുകൂടി ശർക്കര ഒരു കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയിൽ ഇനിയും നമ്മളുമായി എത്തപ്പെടാത്ത ആളുകളെ നമ്മുടെ സംഘടനയുമായി അടുപ്പിച്ച് ഒരു സുസംഘടിതമായ കർഷക സംഘത്തിന് വില്ലേജ് കമ്മിറ്റിയാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ട സഖാക്കളെയും സഹോദരിമാരെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.